ഇപ്പോൾ നാസർ കോളായി കൂടി ചേരുകയാണ്. ശ്രീ നാസർ കോളായി, നമ്മളിപ്പോൾ നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിൽ അതിൻ്റെ ഏറ്റവും അങ്ങേ അറ്റം മുതൽ ഏറ്റവും താഴെ തട്ട് വരെയുള്ള എല്ലാവരും മത്സരിക്കാനുള്ള കുപ്പായവും തയ്പ്പിച്ച് നിൽക്കുകയാണ്. 80-82 വയസ്സൊക്കെ ഉള്ള നേതാക്കന്മാർ, അവർ മുല്ലപ്പള്ളി ആയിക്കോട്ടെ, തിരുവഞ്ചൂരായിക്കോട്ടെ, അതല്ല കെ സുധാകരനായിക്കോട്ടെ, ഇവരെല്ലാം തങ്ങൾക്ക് സീറ്റ് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവരെല്ലാം ഈ നാടിനെ സേവിക്കാനുള്ള വല്ലാത്തൊരു വ്യഗ്രതയിലാണ്. ശ്രീ നാസർ കോളായി, എന്ത് നാടിനെ സേവിക്കാനുള്ള വ്യഗ്രതയാണ് ഈ പറയുന്നത്? ഇവര് നിയമസഭയിലും പാർലമെന്റിലും മാറി മാറി മത്സരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കാർക്കിച്ചു വെക്കുകയില്ലേ? ജനാധിപത്യ ബോധത്തിന് മുമ്പിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറെ ആള് നിയമസഭാ അംഗത്വം രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെന്റ് അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കും. ഇവർക്ക് കിട്ടിയ സ്ഥാനം കൊണ്ട് ഇവർ തൃപ്തിപ്പെടും. വർഷങ്ങളായി എത്രയോ തവണ 10, 15, 20 തവണ MLA എത്ര ആളുകളുണ്ട്? അവരാരെങ്കിലും വഴിമാറി കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ രസകരമായി ഞാൻ ഇന്നലെ കണ്ടു, മുല്ലപ്പള്ളി വന്നിട്ട് അവകാശവാദം ഉന്നയിക്കുകയാണ്. മൂപ്പർ അന്ന് മറ്റേ പേരാമ്പ്ര സംഭവത്തിൽ തെറിച്ചു വീണ് കസേരയിൽ ഇരുന്നാണ് പരിക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഇല്ല, എണീറ്റ് വന്നിട്ട് എനിക്ക് മത്സരിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സരസമായ രൂപത്തിൽ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും പ്രായമായ എല്ലാ പദവികളും വഹിച്ചിട്ടുള്ള MLA, MP, കേന്ദ്രമന്ത്രിമാരായ, സംസ്ഥാന മന്ത്രിമാരായ, നിരവധി തവണ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകൾ. കോൺഗ്രസിൽ ഒരുപാട് പുതുതലമുറയിൽ പെടുന്ന ചെറുപ്പക്കാരില്ലേ? അവർക്ക് വഴിമാറി കൊടുക്കണ്ടേ? ഇപ്പൊ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തിന് രാജ്യസഭാ MP സ്ഥാനം 1 വർഷം കൂടി നിലവിലിരിക്കുകയാണ്. അത് രാജിവെച്ച് കേരളത്തിൽ വന്നിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹം രാജിവെച്ച സ്ഥലത്താണ് അവിടെ BJP ഈസി ആയിട്ട് ജയിച്ചിട്ടുള്ളതും പാർലമെന്റിൽ അവർക്ക് കുറച്ചുകൂടി ഭൂരിപക്ഷം കൂടുന്ന ഒരവസ്ഥയുണ്ടായത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ അവസ്ഥയെ കുറിച്ചൊന്നുമുള്ള യാതൊരു മാനസികമായ പ്രയാസമൊന്നുമില്ല. നിയമസഭ വരികയാണെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കണം, രാജ്യസഭ വരികയാണെങ്കിൽ പാർലമെന്റ് വരികയാണെങ്കിൽ പാർലമെന്റിലേക്ക് മത്സരിക്കണം. അതിന് പ്രായപരിധിയൊന്നും ഇവർക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ലാത്ത ആളുകളെ പോലും മത്സരിപ്പിക്കുന്ന ദയനീയമായ ചിത്രം. ശരിക്കും ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയല്ലേ? ഞാൻ പറയുന്നത് അവരുടെ പാർട്ടിയിലുള്ള ചെറുപ്പക്കാരില്ലേ, അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കണ്ടേ? എത്ര ചെറുപ്പക്കാരുണ്ട് ആ പാർട്ടിയിൽ? ശ്രീ നാസർ കോളായി, രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അവസരം ധാരാളം കൊടുത്തല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ച ചെറുപ്പക്കാരിൽ രാഹുൽ മാങ്കൂട്ടം വരില്ല. അയാളെ മനുഷ്യനായിട്ട് പോലും ഗണിക്കാൻ പറ്റില്ലല്ലോ. അയാള് അയാളുടെ പീഡനവും കാര്യവും പറഞ്ഞാലിപ്പോ മറുഭാഗത്ത് എന്ന് പറയും നിങ്ങളുടെ പാർട്ടിയിലും മറ്റു ഇടങ്ങളിലും ഒക്കെ പീഡന പരാതിപ്പെട്ടവരില്ലേ? ഉണ്ട്, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. തെറ്റ് പറ്റുന്നുള്ളത് സ്വാഭാവികമാണ്. മുസ്ലിം മതവിശ്വാസ പ്രകാരവും ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരവും പിതാക്കളായ ആദം നബിയും അവ്വ ഉമ്മയും സ്വർഗത്തിലാണ് ജീവിച്ചിരുന്നത്. അവരോട് ദൈവം നേരിട്ട് വന്നിട്ടാണ് പറഞ്ഞത് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുതെന്ന്. എന്നിട്ടും ഭക്ഷിച്ചുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ഭൂമിയിലേക്ക് പരീക്ഷണങ്ങൾ നേരിടാൻ വേണ്ടി വന്നത്. മനുഷ്യ സഹജമാണ്, തെറ്റുപറ്റും. എല്ലാ പാർട്ടിയിലും തെറ്റുപറ്റിയിട്ടുണ്ട്, അത് അവർ തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നിരപരാധികളാണെന്ന് അവർ തെളിയിച്ചപ്പോൾ, കോടതി മുഖാന്തരം തെളിയിച്ചപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികം. എന്നാൽ പണ്ടാരോ പറഞ്ഞതുപോലെ ടിഷ്യൂ പേപ്പറിൽ നിന്ന് ടിഷ്യൂ എടുക്കുന്നത് പോലെ ഒരു പീഡനം എടുക്കുമ്പോൾ അടുത്ത പീഡനം ഉയർന്നു വരുന്ന, നിന്നിൽ എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാ, എന്നിട്ട് അവരെ ബലാത്സംഗം ചെയ്യുക, കുട്ടി ഉണ്ടെന്ന് അറിയിപ്പോ കൊല്ലാൻ. ഞാൻ വിഷയം മാറിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത് അത്തരം രാഹുൽ മാങ്കൂട്ടക്കാർക്ക് അവസരം കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ തന്നെയുള്ള നല്ല കഴിവുള്ള യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായി നമുക്ക് അവരോട് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല കഴിവ് തെളിയിച്ച ആളുകൾ ആ പാർട്ടിയിൽ ഇല്ലേ? അവർക്ക് അവസരം കൊടുക്കണ്ടേ? കാലാകാലങ്ങളിലും ഇവര് തന്നെ 85 വയസ്സ് മാത്രമല്ല. ശ്രീ നാസർ കോളായി, ഈ പാർട്ടിക്ക് ഉള്ളിൽ ഉള്ളവർക്ക് കൊടുക്കണം. ഒപ്പം തന്നെ ഈ വഴിയിലൂടെ പോകുന്നവരെ എല്ലാം ഏതെങ്കിലും ഒരർത്ഥത്തിൽ CPM-മായി ബന്ധമുണ്ടെന്ന് തോന്നുന്നവരെയൊക്കെ പിടിച്ച് ഈ കൂടാരത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്, സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ്. അവർക്ക് കൊടുക്കണ്ടേ സീറ്റ്? അതെ. എവിടേക്കാ ഇവിടെ 140 സീറ്റല്ലേ ഉള്ളത് കേരളത്തില്? ഇനി വേറെ എവിടെന്നെങ്കിലും കടം കൊണ്ടുവരാൻ കഴിയും? ഇതിൽ തന്നെ എത്ര അവർക്ക് കിട്ടുന്ന അവർക്കറിയോ? കോൺഗ്രസിന് അറിയോ എത്ര കിട്ടുന്നുള്ളത്? ബീഹാറിലെ ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടിയെക്കാളും ഞങ്ങൾ ഉള്ളവരാണെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അവസാനം ഇന്ത്യൻ പ്രതിപക്ഷ കക്ഷികൾ 60 അവരെ സമ്മതിപ്പിച്ച 60 മത്സരിച്ച് 6 ജയിച്ച് 6 BJP-യിലേക്ക് പോയ ദയനീയമായ കാഴ്ചയാണ്. ഇപ്പോ തെരുവിലൂടെ നടന്നു പോകുന്ന ഒരാള് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവന് പിടിച്ചിട്ട് സീറ്റ് കൊടുക്കാൻ. ഇപ്പൊ VS നമുക്കറിയാം, VS-ന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കക്ഷി, ഞാൻ പേരൊന്നും പറയുന്നില്ല, പുള്ളി എനിക്കൊക്കെ പണ്ട് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റുകാരനാണ്. ഇപ്പോ അയാൾ മത്സരിക്കാണ് ഒറ്റയടിക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. അയാളൊക്കെ പറയുന്ന ന്യായം ഈ നാട്ടിൽ ആരോടാ പറയാൻ പറ്റുക?
അതായത് കയറി വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, നമുക്കറിയാലോ അൻവർ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നു ഒറ്റപ്പാലത്ത്. അവിടെ മത്സരിപ്പിച്ച് പിന്നെ അവിടെ ഉണ്ടായിരുന്ന വീടുകൾ, നിങ്ങൾ ഈ വീടൊക്കെ പൊളിക്കൂ, ഒരു അത്യാവശ്യം മോശമില്ലാത്ത വീടുകാരോടൊക്കെ പറഞ്ഞു 5-8 പേരോട്, നിങ്ങൾ ഈ വീട് പൊളിക്കൂ, ഞാൻ പുതിയ വീടുണ്ടാക്കി തരാം. പാതി പൊളിച്ച വീടുമായി അവര് ആരോപണം ഉന്നയിക്കുക. ആ അൻവറിനെ പിടിച്ചുകൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഇവര് ബേപ്പൂരിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ കൈ കിട്ടുന്നവരെ സ്വന്തം പാർട്ടിയിൽ നിരവധി ശ്രീ നാസർ കോളായി വിസ്മയമായിട്ട് ആദ്യം കൊണ്ടുവന്നത് CK ജാനുവിനെ ആയിരുന്നു. ആ CK ജാനു ഇപ്പൊ പോയി. CK ജാനു എന്ന് പറഞ്ഞാല് ആദിവാസികളുടെ വലിയ പോരാട്ടം നമുക്കറിയാം. വയനാട്ടിലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ആദിവാസികളെ, നിരായുധരായ ആദിവാസികളെ വെടിവെച്ച് കൊല്ലുന്നത്, പോലീസ് തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്നതും അവരുടെ കുടിലിന് തീയിടുന്നൊക്കെ കണ്ടാൽ അവരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ CK ജാനുവാണ് പറഞ്ഞത് എനിക്ക് കോൺഗ്രസിലാണ് പ്രതീക്ഷ. ഇപ്പൊ എങ്ങനെയുണ്ട് പ്രതീക്ഷ? മറ്റു ചില പ്രതീക്ഷകളുണ്ട്. സണ്ണിയം കബിക്കാടൊക്കെ ഈ വലിയ പ്രതീക്ഷയുമായിട്ട് നിൽക്കുകയാണ് ഇപ്പോ. ഈ മനുഷ്യന്മാരെ എല്ലാം പറഞ്ഞു പറ്റിച്ച് അവസാനം ഈ പറയുന്ന CK ജാനുവിനെ പോലെ അസംതൃപ്തരായ UDF മോഹികളുടെ ഒരു കൂട്ടായ്മ കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതുണ്ടാവും. കാരണം കോൺഗ്രസ് BJP ഇല്ലാത്ത BJPയെ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞത് പിന്നെ കേരളത്തിലെ മുൻ BJP പ്രസിഡന്റ് ആയിരുന്നു എന്നതുപോലെയാണ് ഇവരുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ യോഗ്യതയും മാനദണ്ഡമൊന്നുമല്ല. ഈ പറയുന്ന ആളുകൾ നമുക്ക് കാത്തിരുന്ന് കാണാൻ രസകരമായ കാഴ്ചക്ക് വേണ്ടി കേരളം കാത്തിരിക്കുന്നു. നന്ദി ശ്രീ നാസർ കോളായി.